ഹായ് ഹലോ. പിന്നെ റമദാൻ മൂന്നാമത്തെ നോമ്പാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് നേരെ ഒരു ഹോസ്പിറ്റലിൽ പോവാണ്. വേറെ ഒന്നല്ല, ഷാനിൻ്റെ ഗസ്റ്റ് അവിടെ അഡ്മിറ്റാണ്. അപ്പോൾ ഗസ്റ്റിനെ കാണാൻ വേണ്ടി ഷാന് പോകുന്നുണ്ടായപ്പോൾ ഞങ്ങൾ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നോക്കി വാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ലക്ഷോർ ഹോസ്പിറ്റലാണ് പോയത്. ഞങ്ങളവിടെ ചെന്ന് ഗസ്റ്റിനെ കണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ലഹറ നിസ്കരിച്ച് നേരെ അടുക്കളയിലോട്ട് കയറി. ഇപ്പം ഇന്ന് മീൻ കറിയാണ് വെക്കുന്നത്. കേര മീൻ കറിയാണ്. കേരൻ്റെ തല കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മതിന്ന് ഷാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതും കറി വെച്ച് പിന്നെ അരിപ്പത്തിരി വേണമെന്ന് പറഞ്ഞു. പത്തിരിക്കുള്ള വെള്ളവും വെച്ച് അങ്ങനെ നേരെ ഫസ്റ്റ് കറി വെക്കാനാണ് കയറിയത്. കാരണം ഓൾറെഡി കടിയെല്ലാം ഫ്രോസൺ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് കറി വെച്ചു. അപ്പോൾ ഇതാണ് തലക്കറി. പിന്നെ അതിന് ശേഷം പത്തിരി ഉണ്ടാക്കി. വേഗം തന്നെ പത്തിരി പരത്തി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു 3:30 ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായി ഡോക്ടറുടെ. ഇതിൻ്റെ 2 ദിവസമായിട്ട് ഭയങ്കര ചുമ. അപ്പോൾ അവനൊന്ന് കാട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ പത്തിരി വേഗം പരത്തി വെച്ചിട്ട് ഉമ്മ ചുട്ടോളാന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇറങ്ങി. അപ്പോൾ ഇതിനെ നമ്മൾ കാണിക്കുന്ന ചുള്ളിക്കല നാജൽ ഹോമിയോ ക്ലിനിക്കിലാണ്. അപ്പോൾ അവിടെ ചെന്ന് ഷാന ഞങ്ങളവിടെ ആക്കി തന്നിട്ട് ഷാന നേരെ മുടി വെട്ടാൻ വേണ്ടി പോയി. കാരണം അവിടെ ഇച്ചിരി പോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഷാന നേരെ മുടി വെട്ടും. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാട്ടി മെഡിസിനൊക്കെ വാങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഷാനിൻ്റെ അടുത്തോട്ട് ഓട്ടോക്ക് പോയി. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഷാന് മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായിട്ട് നിന്നു. പിന്നെ അതിന് ശേഷം ഇതിനെ മുടി വെട്ടിക്കാൻ വേണ്ടി പോയി. സാധാരണ ഇത് മുടി വെട്ടുന്ന കാര്യം പറയുമ്പോൾ തന്നെ ഭയങ്കര അലമ്പായിരിക്കും. ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലാണ്ടിരുന്നു. അങ്ങനെ ഇതിൻ്റെ മുടിയൊക്കെ വെട്ടി ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും അരിവാങ് കൊടുക്കാനായിട്ടേ നല്ല രീതിക്ക് ടയേർഡായിരുന്നു ഇന്നത്തെ നോമ്പ്. കാരണം എനിക്ക് തോന്നി ട്രാവൽ ചെയ്തുകൊണ്ടിട്ടാകാം. ഞങ്ങൾ ഇതിൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഉമ്മ കടിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, മുട്ട ബജ്ജി, പിന്നെ വെള്ളയപ്പം, പിന്നെ ഫ്രൂട്ട്സ്, നാരങ്ങ വെള്ളം, ചായ, അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ നോമ്പ് തുറന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അതൊക്കെ അതിന് നേരെ നിസ്കരിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.